ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനാണ്. ഞാൻ ഓൾറെഡി കുളിയൊക്കെ കഴിഞ്ഞു. അതിന് മുമ്പ് ഒരു ഫേസ് പാക്ക്, ടർമറിക്കിൻ്റെ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒലീവ് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ടർമറിക് ഫേസ് പാക്കൊക്കെ ഇടുക. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയിട്ടുള്ളൂ കുളിച്ച് വരുമ്പോൾ. അപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. അതിന് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ക്ലെൻസർ തന്നെ വേണം, കാരണം ഓൾറെഡി ഓയിലുള്ളത് കാരണം. അല്ലാന്നുണ്ടെങ്കിൽ ഓയിലും അതുപോലെ തന്നെ ടർമറിക്കും ഒക്കെ കൂടെ ആയിട്ട് പോസൊക്കെ ക്ലോഗ് ആവും, അതുപോലെ തന്നെ പിമ്പിൾസ് വരും. സോ അതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ഡാസിലറിൻ്റെ ഒരു ചാർക്കോൾ ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം ടാൻ പ്രോപ്പർട്ടി എല്ലാം ഉള്ളതാണ്, നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യും സ്കിന്ന്. അതുപോലെ തന്നെ വല്ലാതെ ഡ്രൈ ആക്കൊന്നുമില്ല, സ്ട്രോങ് ആണെങ്കിൽ കൂടെ. സോ ഇത് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം സ്കിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വെറൈറ്റി ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. വല്ലാതെ ഡ്രൈ ആക്കാത്തത് ഞാൻ നോക്കിയിട്ട് ചൂസ് ചെയ്യും, അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് പ്ലമ്മിൻ്റെ ഒരു നിയാസിനമൈഡ് ടോണർ. നമ്മളെപ്പോഴും ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ടോണർ യൂസ് ചെയ്യണം. എനിക്ക് നിയാസിനമൈഡ് എൻ്റെ സ്കിന്നിന് നല്ല എഫക്റ്റീവാണ്. അത് കാരണം തന്നെയാണ് ഞാനിപ്പോൾ ഈ ടോണർ യൂസ് ചെയ്തത്. ഇതിൻ്റെ ഓൾമോസ്റ്റ് രണ്ടാമത്തെ മൂന്നാമത്തെ തൊട്ട് ബോട്ടിലാണ്. ഇപ്പോൾ ഒരു ബോട്ടിൽ കഴിഞ്ഞ് ഞാനിപ്പോൾ അതിൽ റോസ് വാട്ടർ ആക്കി വെച്ചിരിക്കുകയാണ്. നൈറ്റൊക്കെ ഞാൻ അധികം റോസ് വാട്ടറാണ് ടോണറായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അത് നന്നായിട്ടും ഫേസിലേക്ക് അബ്സോർബ് ആയതിനു ശേഷമാണ് ഞാൻ നെക്സ്റ്റ് സെറം കണ്ടിന്യൂ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നിയാസിനമൈഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള എന്ത് സാധനം യൂസ് ചെയ്യുകയാണെങ്കിലും അത് വാഷ് ചെയ്ത സ്കിന്നിൽ, അതായത് ഹൈഡ്രേറ്റഡ് ആയ സ്കിന്നിൽ വേണം യൂസ് ചെയ്യാൻ, എന്നാൽ മാത്രമേ നന്നായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുളിച്ച് വന്നതിന് ശേഷമൊക്കെ ഈ ഒരു സ്റ്റെപ്സ് കഴിഞ്ഞതിന് ശേഷം വേറെ എന്ത് കാര്യത്തിലും എൻഗേജ്ഡ് ആവുള്ളൂ. സോ നമ്മൾ ടോണർ അപ്ലൈ ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ്സ് ലീവ് ചെയ്തിട്ട് നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആയ ശേഷം സെറം യൂസ് ചെയ്യുക. സെറം ഒരു 3 to 4 ഡ്രോപ്സ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ ഒരു 10% നിയാസിനമൈഡിൻ്റെ സെറമാണ്. ഇത് ഞാനിപ്പോൾ ഇതും പറഞ്ഞ പോലെ തന്നെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ബോട്ടിലാണ്. ഈ മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും അടച്ചിട്ട് ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡാണ്. കാരണം എനിക്ക് എൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ഇതിൻ്റെ ഐറ്റംസ് കിട്ടാറുമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് സ്കിന്നിലേക്ക് നന്നായിട്ട് എഫക്റ്റീവുമാണ്. പിന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ് ബാം സുഡിയോൻ്റെ, ഞാൻ ഓൾറെഡി ഉള്ള വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുണ്ടാവും, ആ ലിപ് ബാമാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ടോണറും ക്ലെൻസർ, ടോണർ, സെറം, അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താണ്, മോയ്സ്ചറൈസർ. ഇത് സെറ്റാപ്പിലിൻ്റെ ഒരു നല്ലൊരു മോയ്സ്ചറൈസറാണ്. സെറ്റാപ്പിലും ഈ മിനിമലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ആർക്കും ഇതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഞാൻ കേട്ടിട്ടില്ല സെറ്റാപ്പിലിനെ കുറിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യാറ് പോൺസിൻ്റെ ഒരു ഹൈലറോണിക് ആസിഡ് ജെൽ മോയ്സ്ചറൈസറാണ്. അതിൻ്റെ പാക്കറ്റ് കഴിഞ്ഞു. ഇപ്പം നൈക്കയിൽ സമ്മർ സെയിൽ നടക്കുക കാരണം തന്നെ ഞാൻ എല്ലാ ഐറ്റംസും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു 15-ാം തീയതി 20-ാം തീയതി ഒരിക്കലും എല്ലാം എത്തും. അപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ കൂടെ നമുക്ക് കാണാം. ഇത് പിന്നെ SPF 30, ലാക്മേയുടെ ഒരു SPF 30 സൺസ്ക്രീനാണ്. ഇത് ഞാൻ ഡെയിലി വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ യൂസ് ചെയ്യുക SPF 30 ആണ്. അതും ഇത് വൈറ്റ് കാസ്റ്റ് ഉള്ളതാണ്. സോ ഞാൻ ഈ വൈറ്റ് കാസ്റ്റുള്ള ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീന് നമ്മുടെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ മേലെ മേക്കപ്പോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ പൗഡർ അങ്ങനെ ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ച് ആ പാക്കറ്റ് കണ്ടാൽ നിങ്ങൾക്കറിയാം അത് തീർന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോർമാലിറ്റിക്ക് അല്ലെങ്കിൽ ഫൗണ്ടേഷനൊക്കെ ഇടുന്ന പോലെ കുറച്ചെടുത്ത് യൂസ് ചെയ്തിട്ട് ഒരു കാര്യം, നമ്മൾ പ്രൊഡക്റ്റ് വെറുതെ വേസ്റ്റ് ചെയ്യാന്നല്ലാതെ അതിലൊരു ബെനിഫിറ്റും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ 2 ഫിംഗർ ഫോർമുല ഉപയോഗിച്ചിട്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സെറോ അല്ലെങ്കിൽ നല്ലൊരു ടോണറോ മാത്രം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ മാത്രം ചൂസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മുടെ എല്ലാ സ്റ്റെപ്സും, അതായത് ക്ലെൻസർ, ടോണർ, സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ പറഞ്ഞ എല്ലാ ഐറ്റംസും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത്, അതുപോലെ തന്നെ എത്ര റിക്വയർഡ് ക്വാണ്ടിറ്റി വേണം അതനുസരിച്ച് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അല്ലാതെ ഞാനിപ്പോൾ സെറം അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീനോ ഇടാതെ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്ന് പഴയതിലും ഒന്നും കൂടെ വേസ്റ്റ് ആവുകയേ ചെയ്യുള്ളൂ, അല്ലാതെ ബെറ്റർ ആവില്ല. സോ നമ്മൾ പ്രൊഡക്റ്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യം, നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും. ഞാൻ നോർമൽ ഇപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ SPF 30 ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പൊട്ട് അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് മുഖം കഴുകിയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ടോണറും അതുപോലെ തന്നെ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഞാൻ ഇട്ട് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ മസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്, കാരണം സ്കിന്ന് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അതിപ്പോൾ യൂസ് ചെയ്തത് സ്ട്രീക്സിൻ്റെ ഒരു ഹെയർ സെറാണ്. ബോട്ടോക്സ് ചെയ്യുമ്പോൾ അവർ യൂസ് ചെയ്തത് ഈ സെറം തന്നെയായിരുന്നു. സോ ഞാൻ അതന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിപ്പോൾ വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞു. ഇതുവരെ ആയിട്ടും ഹാഫ് ബോട്ടിൽ കൂടെ എനിക്ക് സ്പെൻഡ് ആയിട്ടില്ല. അപ്പോൾ ഒരു 3 ഡ്രോപ്സ് എടുത്തിട്ട് ഹെയറിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു പോണിറ്റൈലോ അല്ലെങ്കിൽ ക്രാബ് എടുത്ത് കുത്തും. കാരണം വീട്ടിലോരോ കാര്യങ്ങൾ കുട്ടീനൊക്കെ നോക്കുമ്പോൾ ഫ്രീ ഹെയർ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോണിറ്റൈൽ ആയിക്കാൻ തന്നെ അവൾ എൻ്റെ പിടിച്ച് വലിച്ചിട്ട് നല്ല പണി തരും.
അപ്പോൾ ക്രാബ് എടുത്ത് കുത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. സോ ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നത്. എൻ്റെ ഹെയർ കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇപ്പം നൈക്കയിൽ 18-ാം തീയതി വരെ സെയിലുണ്ട്, സമ്മർ സെയിലുണ്ട്. സോ പോയിട്ട് വേണ്ട പ്രൊഡക്ട്സ് എല്ലാം നോക്കിയും കണ്ടും വാങ്ങിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ഒരു 6 മണി 6:15 ആകുമ്പോൾ മേലെഴുകലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ചെയ്യും. അതൊരു ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ ബൈ.